എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നാടൻ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു ബീഫ് റോസ്റ്റ് ആണ്. ഈ ഒരു പാചകം വളരെ സിമ്പിളാണ്. ബീഫ് റെസിപ്പികളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു റെസിപ്പിയുടെ സ്വാദും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ ഒരു ബീഫ് റോസ്റ്റ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് നാളികേര കൊത്തൊക്കെ ചേർത്തിട്ടാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പല രീതിയിലേക്ക് ഈ ഒരു റെസിപ്പി മാറ്റാവുന്നതുമാണ്. നോക്കാം എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റ് വീഡിയോകൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ബീഫ് തേങ്ങാക്കൊത്ത് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി കൂടുതൽ അളവിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മല്ലിപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ എരിവെള്ള മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, കൂടെ തന്നെ 1 സ്പൂൺ അളവില് ഗരം മസാല പൊടി. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മീറ്റ് മസാലയാണ്. 2 ബോൾ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് ഇത് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 100 ഗ്രാം കൊച്ചുള്ളി കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. ഇനി വേണ്ടത് 2 തക്കാളിയാണ്. തക്കാളിയും കൂടെ കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി അധികം തന്നെ കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, കൂടെ തന്നെ വെളിച്ചെണ്ണ. ബീഫ് കഷ്ണങ്ങൾ നല്ല മയത്തിൽ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മുടെ പണിയുടെ തുടങ്ങുന്നത്. നമ്മുടെ കൈ കൊണ്ട് ബീഫിലേക്ക് ഈ ഒരു മസാലകളെല്ലാം നല്ലവണ്ണം തന്നെ തിരുമ്മി പിടിപ്പിച്ചെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബീഫ് കഷ്ണങ്ങൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂർ നേരമെങ്കിലും ബീഫ് അനക്കാതെ തന്നെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ബീഫ് നല്ല മയത്തിൽ വെന്ത് കിട്ടാനും ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടാനും 1/2 മണിക്കൂറെങ്കിലും നമുക്കിതുപോലെ ഒന്ന് കുഴച്ച് വെക്കണം. ബീഫ് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സ്മെല്ല് വരുന്നത് വരെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബീഫ് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് മുരളിയിലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ചുറ്റിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം തന്നെ മതിയാകും. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ബീഫ് വേവിച്ചെടുക്കരുത്. ഈ കുക്കർ മൂടി ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നെ കുക്കർ മൂടി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ആദ്യ വിസിൽ ഫുൾ ഫ്ലെയിമിൽ, അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബീഫ് വേവിച്ചെടുക്കേണ്ടത്. എങ്കിലും ഒരുപാട് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അങ്ങനെ ഒരു 6 വിസിൽ കൊണ്ട് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ബീഫിൽ അത്യാവശ്യം വെള്ളമെല്ലാം ഉണ്ട്. നമുക്കിതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീണ്ടും ചുവട് കട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം ചേർക്കാം. പെരിഞ്ചീരകം ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് 2 സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം, സവാള ചേർക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് സവാള നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ബീഫിന്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഒരു സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവാള ഇപ്പോൾ ഇതുപോലെ ഒന്ന് മുഴുവായി വന്നിട്ടുണ്ട്. ഇനി ഈ സവാളയിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. സവാളയിലേക്ക് മഞ്ഞൾപ്പൊടി പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ബീഫിന്റെ സ്റ്റോക്ക് ചേർക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതിനായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേവി നല്ലോണം തന്നെ വറ്റി വന്നിട്ടുണ്ട്. സവാളയൊക്കെ നല്ല കുഴമ്പ് പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ചേർക്കാം. ഇനി ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഈ ബീഫ് ഒന്ന് വെള്ളം വറ്റിച്ച് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. വെള്ളം വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലും കൂടെ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം.
ഇനി ബീഫിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി മസാല എല്ലാം ബീഫിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടൊന്ന് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഈ ഒരു പാകത്തിൽ കുഴമ്പ് പോലെയുള്ള ഒരു പാകത്തിലേക്കാണ് ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവയൊക്കെ നല്ല ഫ്രൈ ആയിട്ടിരിക്കുന്ന ഒരു പാകത്തിലേക്കാണ് ആവശ്യമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പത്തിന് പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനാണെങ്കിൽ ഈ ഒരു രീതിയായിരിക്കും നല്ലത്. ഗ്രേവി നല്ലതുപോലെ വരണ്ട് വരുംതോറും ബീഫ് നല്ല കറുത്ത കളറിലേക്ക് ആയി വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മൾ 4 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത്. വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നാളികേര കൊത്ത് ചേർത്തിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് വിലയേറിയ ലൈക്കുകൾ തരാണ്. ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.